നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. ഹിമാചലിൽ 413 തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി. മഴയും പ്രളയസമാനമായ സാഹചര്യത്തെയും തുടർന്ന് കുടുങ്ങിക്കിടന്നവരെയാണ് രക്ഷപ്പെടുത്തിയത്. കിന്നൌർ കൈലാസ് യാത്രാ റൂട്ടിൽ കുടുങ്ങിക്കിടന്നവരെയാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച കിന്നൌരിൽ മേഘവിസ്ഫോടനവും കനത്ത മഴയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബുധനാഴ്ച രാവിലെ ടാങ്ലിംഗ് ഡ്രെയിനിന് മുകളിലുള്ള ഒരു പാലം ഒലിച്ചുപോയി. ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ചേർന്ന് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ബുധനാഴ്ച രാവിലെയാണ് കിന്നൌർ ട്രക്ക് റൂട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിന് സന്ദേശം ലഭിച്ചത്. തുടർന്ന് ITBPയെ അറിയിക്കുകയും അവർ രക്ഷാസംഘത്തെ വിന്യസിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തമിഴ്നാടിനും കേരളത്തിനുമിടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണം. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന തോതിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ 7 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കോതമംഗലത്ത് അൻസിൽ എന്ന യുവാവിനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ യുവാവിന്റെ സുഹൃത്ത് നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണമെന്ന് പോലീസ്. ഇതു സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൊലപാതകം നടത്തുന്നതിന് യുവതി വിഷം വാങ്ങിയ കടയിൽ തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയ തെളിവുകൾ കൂടി കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസ് ശ്രമം. കോതമംഗലം സ്വദേശി അൻസിലിന് വിഷം നൽകുന്നതിന് 1 മാസം മുൻപ് തന്നെ കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുള്ള വള്ളക്കടയിൽ നിന്ന് യുവതി നേരിട്ട് എത്തി കളനാശിനി വാങ്ങി. 1 ലിറ്ററിന്റെ കളനാശിനിക്ക് ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയത്. തെളിവെടുപ്പിനിടെ കടയിലുള്ളവർ യുവതിയെ തിരിച്ചറിയുകയും ചെയ്തു. അൻസിലുമായുള്ള സാമ്പത്തിക തർക്കത്തിന് പരിഹാരമായില്ലെങ്കിൽ ഇയാളെ വകവരുത്താൻ യുവതി 1 മാസം മുമ്പ് തന്നെ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസിന്റെ അനുമാനം. പാലിയേക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേവന്ത് ബാബു പിടിയിൽ. തൃശൂർ വാനന്തരപ്പള്ളി സ്വദേശി രേവന്ത് ബാബു ഇന്നലെ രാത്രിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത്. ഇന്നലെ രാത്രി ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ ബാരിക്കേഡ് ഉയർത്തി കടത്തിവിടുകയായിരുന്നു. പോകാത്ത വാഹനങ്ങളുടെ താക്കോലും രേവന്ത് ഊരിയെടുത്തു. ഇതോടെ വിവരമറിഞ്ഞെത്തിയ പോലീസ് രേവന്തിനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് പരിക്കേൽപ്പിച്ചത്. പിന്നാലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റത്. കണ്ണൂർ സർവകലാശാല തിരഞ്ഞെടുപ്പിൽ SFIക്കെതിരെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. ജനാധിപത്യത്തെ തോൽപ്പിക്കുവാൻ MSFന്റെ UUCമാരെ തട്ടിക്കൊണ്ടുപോകുന്നു. വിദ്യാർത്ഥി ഹൃദയത്തിലല്ല SFI മത്സരിക്കുന്നത്, കൊടിസുനിമാരുടെ സംരക്ഷണത്തിലാണ്. എന്നാൽ തങ്ങൾക്ക് ഒരു പരാജയ ഭീതിയുമില്ല, പിന്നെന്തിന് തങ്ങൾ തട്ടിക്കൊണ്ടുപോകണമെന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും MSFന് വോട്ട് ചെയ്യാൻ വന്ന കൗൺസിലറുടെ ബാലറ്റും ID കാർഡും ബൂത്തിനകത്ത് നിന്ന് SFIയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായ അഭിഷ തട്ടിപ്പറിച്ച് ഓടിയെന്നും നവാസ് ആരോപിച്ചു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചു ഹൈക്കോടതി. പാലിയേക്കര ടോൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരുടെ ആവശ്യത്തിലാണ് നടപടി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. യാത്രാ ദുരിതം ഉടൻ പരിഹരിക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന നിലപാടിലാണ് ഹൈക്കോടതി പല ഘട്ടങ്ങളിലും സ്വീകരിച്ചത്. ഈ ദുരിതമുള്ള യാത്ര ചെയ്യുന്ന ആളുകൾ എന്തിനാണ് നിങ്ങൾക്ക് ടോൾ തരുന്നതെന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. സഞ്ചാരയോഗ്യമായ റോഡ് ഉറപ്പാക്കാൻ അതുറപ്പാക്കുന്നതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് 4 ആഴ്ചത്തേക്ക് ടോൾ താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചത്. 3 ഹർജികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ഭർത്താവ് ശ്രീജിത്ത് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്ന് സഹോദരൻ ജിഷ്ണു പറഞ്ഞു. ശ്രീജിത്തിന്റെ വീട്ടുകാർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും വിശദമായ അന്വേഷണത്തിന് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും ജിഷ്ണു പ്രതികരിച്ചു. ഭർത്താവിന്റെ അമ്മയുമായിട്ടായിരുന്നു പ്രശ്നം. ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചിരുന്നു. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 3-4 ദിവസം മുമ്പ് വീട്ടിൽ വന്നിരുന്നു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഭർത്താവ് മർദ്ദിച്ചിരുന്നു. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും ആരും ഈ സമയം വരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നലെ സ്റ്റേഷനിലും വന്നിട്ടില്ല, സഹോദരൻ പറഞ്ഞു. കണ്ണൂർ കേളകം സ്വദേശിനിയാണ് യുവതി. 3 വർഷം മുമ്പാണ് വിവാഹിതയായത്. 2 വയസ്സുള്ള കുട്ടിയുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് വീട്ടുകാർ ജിസ്ന വീട്ടിനുള്ളിൽ തൂങ്ങിയതായി കണ്ടെത്തിയത്. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പ്രതിദിനം തട്ടിയെടുത്തത് 2 ലക്ഷം രൂപ വരെ.
പണം ഉപയോഗിച്ച് പ്രതികൾ സ്വർണവും സ്കൂട്ടറും വാങ്ങി. പണയം വെച്ച സ്വർണം വീണ്ടെടുക്കാനുള്ള നീക്കം തുടങ്ങി. സ്ഥാപനത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. തട്ടിയെടുത്ത പണം 3ആയി പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നത്. പണം ഭർത്താക്കന്മാർക്കും കൈമാറി എന്ന് പ്രതികൾ മൊഴി നൽകി. തെളിവെടുപ്പ് പൂർത്തിയായി. കേസിൽ കീഴടങ്ങിയ പ്രതികൾ വിനീത, രാധാകുമാരി എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിലെ 3ആം പ്രതി ദിവ്യ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് വന്ന് കീഴടങ്ങി. 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. 11 മാസമാണ് ഇവർ ദേവിയുടെ സ്ഥാപനമായ OBCOCയിലെ ജോലി ചെയ്തത്. 40 ലക്ഷം രൂപ തട്ടിയതിന്റെ വിവരങ്ങൾ നിലവിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് 2 പ്രതികൾ കീഴടങ്ങിയത്. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ PK ബുജാരിന്റെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. CPIM സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് കേസ് കെട്ടിച്ചമച്ചതെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. PK ബുജാരിന് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാദം നടക്കുന്നത്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരനാണ് PK ബുജായർ. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഉപകരണം കൈവശം വെച്ചതിനുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് പടനിലത്തിന് സമീപം ചൂലാവയിൽ വെച്ചായിരുന്നു സംഭവം. ബുജായറിനെതിരെ BNS 132, 121 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ്. പവന് 80 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 10 രൂപ വീതവും ഇന്ന് ഉയർന്നു. ഇതോടെ സംസ്ഥാനത്ത് ഒരു പവന് സ്വർണത്തിന് 75,040 രൂപയായി. ഗ്രാമിന് 9,380 രൂപയിലാണ് ഇന്നത്തെ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7,700 രൂപ തന്നെ നൽകേണ്ടി വരും. റിപ്പോ നിരക്ക് മാറ്റാതെ 5.5% തന്നെ നിലനിർത്തി റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് പണനയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ട്രംപിന്റെ ടാരിഫ് ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചുവെന്ന് യോഗത്തിനു ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ഇന്നലെ രൂപയുടെ മൂല്യത്തിൽ 16 പൈസയുടെ ഇടിവുണ്ടായെങ്കിലും നിഷ്പക്ഷ നിലപാട് തുടരാമെന്ന് 6-അംഗ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ക്രിക്കറ്റിൽ താരങ്ങൾ ജോലിഭാരം കൈകാര്യം ചെയ്യുന്നതിനായി മത്സരങ്ങൾ തിരഞ്ഞെടുത്ത് കളിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ BCCI. വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ ഒരു മികച്ച ടീമിനെ പടുത്തുയർത്തുക എന്നതിലാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കർശന നിലപാട് സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മുഹമ്മദ് സിറാജിന്റെ പ്രകടനം ജോലിഭാരം എന്നതിനെ പൊളിച്ചെടുക്കുന്നതായിരുന്നു. ജോലിഭാരം കൈകാര്യം ചെയ്യാനെന്ന പേരിൽ താരങ്ങൾ നിർണായക മത്സരങ്ങളിൽ നിന്ന് വരെ നിൽക്കുന്ന രീതി അംഗീകരിക്കാനാവില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത ആഗ്രഹിക്കാത്ത ഒരു BCCI ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഫാസ്റ്റ് ബൗളർമാരുടെ ജോലിഭാരം പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഭാവിയിൽ അതിന് നിയന്ത്രണങ്ങളും വന്നേക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.